അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഉസ്താദുമാരെ, നമ്മളൊക്കെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ്. പ്രയാസങ്ങളും കടങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പം നമ്മളെ ബോച്ചെട്ടി എന്ന് പറയപ്പെടുന്ന ഒരു ചായപ്പൊടി ഉണ്ട്. അത് വാങ്ങിക്കഴിഞ്ഞാൽ ലോട്ടറി ഒന്നുമല്ല, അത് വാങ്ങിയാൽ അതിൽ നറുക്കെടുപ്പ് ഒരു സമ്മാനത്തിലൂടെ ഒരാൾക്ക് 10 ലക്ഷം രൂപയാണ് ഒരാൾക്ക് കിട്ടണത്. അത് എല്ലാ ദിവസവും 10:30 മണിക്കാണ് അതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വാങ്ങുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത്. ബോച്ചെട്ടി വാങ്ങിയാൽ ചിലപ്പോൾ ആർക്കാണ് ഭാഗ്യം എന്ന് പറയാം. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ വൈലത്തൂരുള്ള ഒരു ഉസ്താദിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല ഭാഗത്തുള്ള ഉസ്താദ്മാർക്കും ഈ ഒരു 10 ലക്ഷം കിട്ടിയിട്ടുണ്ട്. കിട്ടിയാൽ അപ്പം തന്നെ നമ്മൾ അക്കൗണ്ടിലേക്ക് ആ പൈസ കയറുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെ വാങ്ങുക എന്നുള്ളതാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ആ വീഡിയോ ഒന്ന് കാണുക. നമ്മൾ നേരെ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് ബോച്ചെട്ടി എന്ന് അടിച്ചു കൊടുക്കുക. അത് ഏറ്റവും മുകളിൽ കാണുന്നുണ്ട്. ഞാൻ അടിച്ചു വെച്ചതുകൊണ്ട് ഇവിടെ ബോച്ചെട്ടി എന്ന് കാണാണ്ട് നേരെ ബോച്ചെട്ടി എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ അടിയിൽ ബോച്ചെട്ടി എന്ന് വരും. ഇവിടെ അടിയിൽ നേരെ എന്ത് ചെയ്യും, ഇതേമാതിരി ബോച്ചെട്ടി എന്ന് കാണാം. അതിൽ അടിയിൽ കാണുന്ന ബോച്ചെട്ടിയിലൊന്ന് നെക്കി കൊടുക്കുക. അങ്ങനെ നെക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ബോച്ചെട്ടീൻ്റെ ആപ്പ് ഇങ്ങനെ ഓണായിട്ട് വരും. അപ്പോൾ ഓണായിട്ട് ഇങ്ങനെ ഓണായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ചായപ്പൊടിക്ക് 40 രൂപയാണ് വില. അപ്പോൾ അതിന് എത്ര എണ്ണം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒന്നാണെങ്കിൽ 1 അടിക്കുക, രണ്ടാണെങ്കിൽ 2 അടിക്കുക, മൂന്നാണെങ്കിൽ 3 അടിക്കുക. അങ്ങനെ 3 എണ്ണം വാങ്ങുകയാണെങ്കിൽ അത് നമുക്ക് ഓൺലൈനായിട്ട് നമ്മളെ വീട്ടിലേക്ക് 40 റുപ്യേൻ്റെ സാധനം 3 എണ്ണത്തിന് 120 റുപ്യ സാധനം നമ്മളിലേക്ക് വരും. അപ്പോൾ നമുക്ക് എത്ര ആവശ്യമില്ല വെച്ചാൽ ആവശ്യമുള്ളത് ഇവിടെ ഈ ബട്ടൺ നിൽക്കുക, മൈനസ് ആക്കണേ, ഇവിടെ പ്ലസ് ആക്കണേ. അപ്പോൾ ഞാനൊരു 3 എണ്ണപ്പോൾ ഓർഡർ ചെയ്തിരിക്കണേ. ഈ 3 എണ്ണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ കള്ളിയിൽ 4 + 5 എത്രയെന്ന് ചോദിക്കും. 4 + 5 9 നമ്മൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ അടിയിൽ ഒരു ഇങ്ങനെ ഒരു കള്ളി കാണാം. അതിലൊന്ന് ടിക്ക് ചെയ്യുക. നേരെ ബൈ നോ എന്നുള്ളടത്ത് അടിക്കുക. ബൈ നോ എന്നിടത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ കാണുന്ന സബ്മിറ്റ് എന്ന് കാണാറില്ല, ചുവപ്പ് കള്ളിയിൽ, അത് അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പേയ്മെൻറ്റ്, ഈ പൈസ നമ്മൾ അടക്കേണ്ടത് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ UPI ഗൂഗിൾ പേ വഴിയാണ് ഞാൻ അടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ പോയിട്ട് അവിടെ UPI എന്ന് കാണാം. അടിയിൽ UPI എന്ന് കാണാം. പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണം. ഞാനത് ചെയ്തതുകൊണ്ട് അത് ചോദിക്കണില്ല. അല്ലെങ്കിൽ നേരെ മുകളിൽ നിങ്ങളെ പേരും പോസ്റ്റൽ കോഡും നമ്പറൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മളെ UPI നമ്പർ ഇവിടെ എന്ത് ചെയ്യുക, ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയിട്ട് അതിൽ UPI ID ഉണ്ടാകുമ്പോൾ നേരെ ഇതിൽ എന്ത് ചെയ്യുക, കൊണ്ടുപോയിട്ട് കോപ്പി ചെയ്യുക. മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളതൊക്കെ അടിച്ചു കൊടുക്കുക. മേക്ക് പേയ്മെൻറ്റ് എന്ന അടിയിൽ കാണുന്നു. നമ്മൾ ആ UID ഇവിടെ കൊണ്ടുപോയി അടിച്ചു കൊടുത്തതിൻ്റെ ശേഷം UPI ID അത് ഇവിടെ കൊണ്ടുപോയി അടിച്ചതിൻ്റെ ശേഷം നമ്മൾ മേക്ക് പേയ്മെൻറ്റ് എന്നതിൽ അടിക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്ത് ചെയ്യും, ആ പൈസ പേയ്മെൻറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മളെ ഗൂഗിൾ പേയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഇതുപോലെ നമ്മളെ ഗൂഗിൾ പേക്ക് എന്ത് ചെയ്യും, ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഗൂഗിൾ പേ തുറക്കുക. ഗൂഗിൾ പേ തുറന്നിട്ട് നമ്മളത് തുറന്ന് കഴിഞ്ഞാൽ ഇതാ കണ്ടങ്ങൾ 120 റുപ്യ എന്നിവിടെ കാണുന്നുണ്ട്. നേരെ പേ പോവുക, അടിച്ചു കൊടുക്കുക. അതിൻ്റെ പാസ്വേഡ് എത്ര വെച്ചാൽ അതും അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ പൈസ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഈ ചായപ്പൊടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസയാണ് പോകും. അപ്പോൾ എന്തായി, നമ്മളതിൻ്റെ ബില്ല് അടച്ച് നമ്മൾ ആ ബോച്ചെട്ടി എന്നുള്ള അതിൽ പോയിട്ട് ഇപ്പോൾ ഇങ്ങനെ അത് ആ പൈസ അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അവസാനം ഓക്കെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓക്കെ കാണിക്കും. ഓക്കെ കാണിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 3 ചായപ്പൊടിയാണ് ഞാൻ ഓർഡർ ചെയ്തത്, 3 ചായപ്പൊടി. അപ്പോൾ ആ 3 ചായപ്പൊടിക്ക് 3 മെസ്സേജ് വരും. 3 ടിക്കറ്റ് നമ്പർ വെച്ചിട്ട് 3 മെസ്സേജ് നമ്മളെ നോർമലി മെസ്സേജ് നമ്മളെ ഫോണിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി അഥവാ വന്നിട്ടില്ലെങ്കിൽ നേരെ ഇവിടെ പോവുക. അവിടെ പോയതിന് ശേഷം ലക്കി ഡ്രൗ ടിക്കറ്റ് എന്നതിൽ പോവുക. ഏറ്റവും മുകളിൽ ചുവന്ന ഒരു മഞ്ഞ കളറിൽ കാണുന്ന ഏറ്റവും മുകളിൻ്റെ നേരെ താഴെ അതിൽ പോവുക. അതിൽ പോയതിന് ശേഷം നമ്മളിപ്പോൾ വാങ്ങിയ സാധനത്തിൻ്റെ റിസൾട്ട് വെയിറ്റിംഗ് എന്നിങ്ങനെ കാണാം. ഇനി നമുക്ക് വല്ല പൈസ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യും, അതിൽ ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ബെറ്റർ ലക്കി നെക്സ്റ്റ് ടൈം എന്ന് കാണിക്കും. ഇനി അഥവാ ഒന്നും കിട്ടിയില്ലെങ്കിലും ചായപ്പൊടി നമുക്ക് 40 റുപ്യേൻ്റെ കിട്ടും. അതിൽ നിങ്ങൾ ബേജാറാണ്. നമ്മളെ കായ കൊടുക്കുമ്പോൾ നമുക്ക് ലോട്ടറി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെ കായാണ് പോകുമല്ലോ. ഇത് നമ്മളെ 40 റുപ്യേൻ്റെ ചായപ്പൊടി നമുക്ക് കിട്ടും.
ഇനി വല്ല നിലക്കും നമുക്ക് എന്തെങ്കിലും സമ്മാനം അടിക്കുകയാണെങ്കിൽ ഇതേപോലെ ക്രെഡിറ്റഡ് എന്ന് കാണിക്കും. എനിക്കൊരു പ്രാവശ്യം 100 റുപ്യ കിട്ടിക്കണ്, അതാണ് ക്രെഡിറ്റഡ് എന്ന് കാണിക്കുക. ആ ക്രെഡിറ്റഡ് എന്ന് കാണിക്കുമ്പോൾ 100 റുപ്യ ആണെങ്കിൽ നേരെ നമ്മൾ മൈ ബാലൻസ് എന്ന് കണ്ടില്ല, ഇതിൽ കാണിക്കും. നമുക്ക് എന്തെങ്കിലും പ്രൈസ് അടിച്ച് കിട്ടിയെങ്കിൽ മൈ ബാലൻസിൽ കാണിക്കും, മൈ ബാലൻസ് എന്നതിൽ കാണിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഒന്നും ബാലൻസ് ഇല്ല. ഒന്ന് വിന്നിങ് എന്നുണ്ടെങ്കിൽ ആ പൈസ ഇവിടെ കാണിക്കും. ആ പൈസ നമുക്ക് നേരെ എന്ത് ചെയ്യുക, നമ്മളെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ പൈസ എത്രയാണെങ്കിലും നമ്മളെ അക്കൗണ്ടിലേക്ക് ആ കാശ് ആണ് കയറുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്തേക്കില്ല. ഒരു 40 റുപ്യയിലേ നമുക്ക് പോകുള്ളൂ. ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ 34 കോടി രൂപ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അധ്വാനിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുവരെയൊക്കെ നമ്മൾ അയാളെ ഒരു കോമാളിയായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ വാങ്ങി നോക്കിയും ചിലപ്പോൾ ആർക്കാണോ ഭാഗ്യം കിട്ടുക എന്ന് അറിയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 40 രൂപ മാത്രമേ ഉള്ളൂ ചിലവ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഞാൻ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.